സാധാരണക്കാരായ ഉപഭോക്താക്കൾക്ക് ഇന്ധനം മുടങ്ങാതെ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സുപ്രധാന നീക്കവുമായി കേന്ദ്ര സർക്കാർ. ഇതിന്റെ ഭാഗമായി വ്യവസായ വാണിജ്യ സ്ഥാപന ആവശ്യങ്ങൾക്കായി റീറ്റെയിൽ പെട്രോൾ പമ്പുകളിൽ നിന്ന് പെട്രോളും ഡീസലും വാങ്ങുന്നത് സർക്കാർ വിലക്കി. പകരം ഇവർക്ക് ഇന്ധനം വാങ്ങാൻ പ്രത്യേക ബൾക്ക് സപ്ലൈ സംവിധാനങ്ങൾ ഉപയോഗിക്കാമെന്നും സർക്കാർ നിർദ്ദേശിച്ചു. പൊതുജനങ്ങൾക്കുള്ള ഇന്ധന വിതരണം സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നിയന്ത്രണം. തുടക്കത്തിൽ 90 ദിവസത്തേക്കാണ് വിലക്കെങ്കിലും ആവശ്യമെങ്കിൽ ഇത് നീട്ടിയേക്കാം. റീറ്റെയിൽ പമ്പുകളിലെ കുറഞ്ഞ വിലയുടെ ആനുകൂല്യം മുതലെടുത്ത് വൻകിട ഉപഭോക്താക്കൾ പമ്പുകളിൽ നിന്ന് വൻതോതിൽ ഇന്ധനം വാങ്ങുന്നത് വർദ്ധിച്ച സാഹചര്യത്തിലാണ് സർക്കാരിന്റെ ഈ ഇടപെടൽ. പുതിയ ഉത്തരവ് പ്രകാരം വ്യാവസായിക യൂണിറ്റുകൾ, വാണിജ്യ സ്ഥാപനങ്ങൾ, മറ്റു വലിയ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് പെട്രോൾ പമ്പുകളിൽ നിന്ന് ഇനി ഇന്ധനം വാങ്ങാൻ കഴിയില്ല. പകരം അംഗീകൃത ബൾക്ക് സപ്ലൈ സംവിധാനങ്ങൾ വഴിയോ സ്വന്തം കൺസ്യൂമർ പമ്പുകൾ വഴിയോ ഇവർ ഇന്ധനം കണ്ടെത്തണം. റീറ്റെയിൽ, ബൾക്ക് വിലകൾ തമ്മിലുള്ള വലിയ വ്യത്യാസം കാരണം വൻകിട പമ്പുകളെ ആശ്രയിക്കുന്നത് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പെട്രോളിന്റെയും ഡീസലിന്റെയും വിൽപ്പനയിൽ അസാധാരണമായ വർധനവിന് കാരണമായതായി സർക്കാർ വിലയിരുത്തുന്നു. ഉദാഹരണത്തിന് ഡൽഹിയിൽ റീറ്റെയിൽ പമ്പുകളിൽ ലിറ്ററിന് 95.20 രൂപയ്ക്കാണ് ഡീസൽ വിൽക്കുന്നത്. എന്നാൽ ബൾക്ക് വിൽപ്പന ലിറ്ററിന് 134.50 രൂപയോളമാണ്. ഇതാണ് വൻകിടക്കാരെ പമ്പുകളിലേക്ക് ആകർഷിച്ചത്. റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ നിന്ന് ഡീസൽ വാങ്ങുന്നതിനും പുതിയ വ്യവസ്ഥകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലെ പ്രധാന തീരുമാനങ്ങൾ നോക്കാം. വാഹനങ്ങളുടെ ഇന്ധന ടാങ്കുകളിലേക്കോ പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ്സ് സേഫ്റ്റി ഓർഗനൈസേഷൻ അംഗീകരിച്ച പ്രത്യേക ഭാഗങ്ങളിലേക്കോ മാത്രമേ ഇനി ഡീസൽ നൽകൂ. ഒരു ഉപഭോക്താവിനോ അല്ലെങ്കിൽ ഒരു വാഹനത്തിനോ പ്രതിദിനം പരമാവധി 200 ലിറ്റർ ഡീസൽ മാത്രമേ ലഭിക്കൂ. ഇങ്ങനെ വാങ്ങുന്ന ഡീസൽ യാതൊരു കാരണവശാലും മറിച്ചു വിൽക്കാൻ പാടില്ല. അതേസമയം പെട്രോൾ, ഡീസൽ വില ഉടൻ വർദ്ധിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്ന സൂചന നൽകി കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നിരിക്കുകയാണ്. രാജ്യാന്തര ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായ വർധനയെ തുടർന്ന് കനത്ത നഷ്ടമാണെന്ന് ചൂണ്ടിക്കാട്ടി എണ്ണ കമ്പനികൾ കേന്ദ്രത്തിനുമേൽ സമ്മർദ്ദം ശക്തമാക്കുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ ഉപരോധം തുടരുന്ന സാഹചര്യത്തിൽ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $110 തുടരുകയാണ്. ഈ ആഴ്ച ഒരു ഘട്ടത്തിൽ ക്രൂഡ് ഓയിൽ 4 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ $126 നേരത്തെ ആഗോള വിപണിയിൽ വില വർദ്ധിച്ചാലും പെട്രോളിനും ഡീസലിനും പാചകവാതകത്തിനും വില കൂട്ടില്ലെന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പ്രസ്താവന ഇറക്കിയിരുന്നു. വാണിജ്യാവശ്യത്തിനുള്ള പാചകവാതകത്തിനും വ്യാവസായിക ആവശ്യത്തിനുള്ള ഡീസലിനും 5 കിലോ LPG സിലിണ്ടറിനും രാജ്യാന്തര എയർലൈനുകൾക്കുമുള്ള വിമാന ഇന്ധനത്തിന്റെയും എണ്ണ കമ്പനികൾ വർദ്ധിപ്പിച്ചിരുന്നു. സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനികൾക്ക് പെട്രോൾ ലിറ്ററിന് 20 രൂപയും ഡീസൽ ലിറ്ററിന് 100 രൂപയോളം നഷ്ടം നേരിടുന്നതായി കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു. കഴിഞ്ഞ വർഷം ബാരലിന് $70 ആയിരുന്ന ക്രൂഡ് ഓയിലിന് ഈ മാസം $114 ശരാശരി വില. LPGയുടെ വിലയും വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. നേരത്തെ വാണിജ്യ LPGയുടെ വില കുത്തനെ ഉയർത്തിയിരുന്നു. 19 കിലോയുടെ വാണിജ്യ സിലിണ്ടറിന് 993 രൂപയാണ് വർദ്ധിപ്പിച്ചത്. പിന്നാലെ സംസ്ഥാനത്തും പെട്രോൾ, ഡീസൽ വിലയിൽ കുറവ് വരുത്താൻ പുതിയ VD സതീശൻ സർക്കാർ ശ്രമം തുടങ്ങിയിരുന്നു. ഈ വരുന്ന ജൂൺ 19 സംസ്ഥാന ബജറ്റ്. ആദ്യ ബജറ്റിൽ തന്നെ ഒരു വമ്പൻ ജനകീയ പ്രഖ്യാപനം നടത്തി മുന്നോട്ടു പോകാൻ മുഖ്യമന്ത്രി സതീഷിന് താൽപര്യമുണ്ടെന്നാണ് വിവരം. ധനമന്ത്രി കൂടിയായ സതീശൻ ഇക്കാര്യത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. ഖജനാവിന് വലിയ ഭാരമാകുന്ന ഈ തീരുമാനം സംസ്ഥാന സർക്കാർ എടുക്കുമോ എന്ന സംശയവും ചില കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വളരെ കാര്യക്ഷമമായി ഈ തുക വിനിയോഗിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചു. കിഫ്ബിയിലേക്കോ സർക്കാർ ഖജനാവിലേക്ക് നേരിട്ടോ ചെന്നാലും സർക്കാരിന്റെ നടത്തിപ്പിന് ഇത്രയും തുക വേണ്ടെന്ന് വെക്കുന്നത് തിരിച്ചടിയായേക്കുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്ക് പണം കണ്ടെത്താനാണ് സാമൂഹ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്തിയത്. ഈ തുകയും കാര്യക്ഷമമായി ഉപയോഗിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് 2500 രൂപയായി സാമൂഹ്യക്ഷേമ പെൻഷനുകൾ ഉയർത്താനായത് ഈ സെസ് പിരിവിലൂടെയായിരുന്നു. സെസ് വേണ്ടെന്ന് വെച്ചാൽ സർക്കാരിന് പെൻഷൻ നൽകാൻ മറ്റു മാർഗങ്ങൾ തേടേണ്ടി വരും. ഇത് ഖജനാവിന് വീണ്ടും ഭാരമാകും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.